നമസ്കാരം. ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ 2024 തൃശ്ശൂർ പൂരം എത്തിയിരിക്കുകയാണ്. ഈ വർഷത്തെ സാമ്പിൾ വെടിക്കെട്ട് വളരെ നേരത്തെ 7:45 സ്റ്റാർട്ട് ചെയ്തു. സാമ്പിൾ വെടിക്കെട്ടാണ് ഞങ്ങൾ തൃശ്ശൂരുകാർ ശരിക്കും ആസ്വദിക്കുന്ന വെടിക്കെട്ട്. കാരണം ഇത് വൈകുന്നേരമാണ്, ഉറക്കളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് റിലാക്സ് ആയിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് പോയി വെടിക്കെട്ട് കാണാം. സാധാരണ ഫാമിലിയിട്ട് പോയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഭയങ്കര തിരക്കായിരിക്കും റൗണ്ടിൽ. അങ്ങോട്ടേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ബൈക്കിലേക്കാണ് പോവാറ്. വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് നടന്ന് പോകണം. പക്ഷേ ഈ പ്രാവശ്യത്തെ വെടിക്കെട്ട് വളരെ വ്യത്യസ്തമായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് വെടിക്കെട്ടിന് ഭയങ്കര നിയന്ത്രണങ്ങളാണ്. കുറച്ച് അപകടങ്ങളൊക്കെ ഉണ്ടായില്ല. വെടിക്കെട്ടിന് അനുമതി കിട്ടാനും ഭയങ്കര നിയന്ത്രണങ്ങളാണ്. അപ്പോൾ നമുക്ക് ആരും അടുത്ത് നിൽക്കാൻ പറ്റില്ല. വളരെ ദൂരം. ഈ വർഷവും വളരെ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നല്ല ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരെയും തെക്കിൻകട മൈതാനത്തേക്ക് കടത്തി വിട്ടു. ഒരു സാമ്പിൾ വെടിക്കെട്ട് വളരെയധികം ആസ്വദിച്ചിട്ടുണ്ടെങ്കിലും ഈ വർഷത്തെ എനിക്ക് വളരെ സ്പെഷ്യലായി തോന്നി. കാരണം തെക്കേ ഗോപുരനടയിൽ നിന്നുകൊണ്ട് വെടിക്കെട്ട് കാണാൻ പറ്റി. തെക്കേ ഗോപുരനട എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ മുഖ്യ ആകർഷണം തന്നെയാണ്. കാരണം തെക്കോട്ടിറക്കും പിന്നെ കുടമാറ്റത്തിന് വേണ്ടി നെഞ്ചാനകൾ നിരന്ന് നിന്ന് പറയുന്ന ഫീല് അതിനേക്കാൾ മനോഹരം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഈ വർഷത്തെ സാമ്പിൾ വെടിക്കെട്ടിനൊരു പുതുമയുണ്ടായിരുന്നു. തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും ഒരു കൂട്ടർ തന്നെയായിരുന്നു കരിമരുന്ന് പ്രയോഗം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മാറി മാറി പൊട്ടിക്കുന്നതിന് പകരം കുറച്ചധികം നേരം
വെടിക്കെട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റി. അമുട്ടുകൾ കുറേ നേരം ഒരു 8:15 തുടങ്ങി ഒരു 9:30 വരെ പലതരത്തിലുള്ള അമുട്ടുകൾ, കുട വെച്ചതും. കുടകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രദേശത്തെ LED ബൾബുകളായിരുന്നു കുടകൾ പ്രത്യേകത. LED ബൾബ് വെച്ച കുടകളുണ്ടായിരുന്നു. കാണുമ്പോൾ ഒരു കൗതുകമായിരുന്നു. നമ്മുടെ അടുത്തുനിന്ന് കാണുന്നവർ ചിലവർക്കത് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ലോങ് വ്യൂവിൽ നല്ല രസമുണ്ടായിരുന്നു.